നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC ഫൈനൽ ലാബിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടന എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. 2023-24 വർഷങ്ങളിൽ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചോദിച്ച ഭരണഘടനയിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ ഭരണഘടനയിലെ മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിന്റെ ലിങ്ക് പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. രണ്ടാമത്തേത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു. നാലാമത്തെ പ്രസ്താവന ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. അപ്പൊ ഏതാണ് ആൻസർ വരിക? 2ഉം 3ഉമാണ് ഉൾപ്പെടാത്തത് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി എന്നതും ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അനുവദിച്ചു എന്നതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു, അതുപോലെ തന്നെ ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. ഈ ആക്ടിനെ കുറിച്ച് നമുക്ക് കുറച്ച് അനുബന്ധ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് വരാൻ കാരണമായ നിയമം പാസാക്കിയതും ബർമയെ ഇന്ത്യയിൽ നിന്നും വേർതിരിച്ചതുമെല്ലാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. 2023-ഉം 2022-ലും പലതവണ ആവർത്തിച്ച ചോദ്യമാണ്. അപ്പൊ പഠിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 11-നാണ്. ആ ഡേറ്റും കൂടി ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇതും PSC ചോദിക്കാറുണ്ട്, അപ്പൊ ഓർത്തു വെക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ മെയിൻസിന് 2023 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലെ. രണ്ടാമത്തെ പ്രസ്താവന എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അതും ശരിയാണ് അല്ലെ. 82% വോട്ട് നേടി വിജയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ആൻസർ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 82% സീറ്റുകൾ നേടി. ആകെ 208 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. മുസ്ലിം ലീഗിന് 73 സീറ്റും മറ്റുള്ളവർക്ക് 15 സീറ്റുമാണ് ലഭിച്ചത്. ഇത് PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്, അപ്പോ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണോ? അല്ല അല്ലെ. അത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്.
അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1ഉം 3ഉം ശരിയാണ് എന്നതാണ് ആൻസർ വരിക. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ് എന്നതാണ് ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ ആണ്. മിഷൻ എന്ന് വെച്ചാൽ ദൗത്യമാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ്. അപ്പൊ നമുക്ക് പ്രസ്താവന നോക്കാം. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതും ശരിയാണ് അല്ലെ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. അത് തെറ്റായ പ്രസ്താവനയാണ്. ആകെ അംഗസംഖ്യ 389 ആയിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 അംഗസംഖ്യ ചുരുങ്ങിയത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. 1ഉം 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് കൂടെ പഠിച്ചു വെക്കുക. ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഇപ്പോഴത്തെ UP അല്ലെ, ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ആണ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസ്. അപ്പൊ ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യയാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. 55 അംഗങ്ങളാണ് UPയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ആ പ്രസ്താവന ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അതും ശരിയാണ് അല്ലെ. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ആ പ്രസ്താവന തെറ്റാണല്ലോ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9-നാണ് അല്ലെ. 1946 ഡിസംബർ 9-നാണ് നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത്. അപ്പോ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ. 1ഉം 2ഉം ശരി, 3 തെറ്റ് എന്നതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന, അത് ശരിയാണോ? അല്ല അല്ലെ. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്, നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അത് വളരെ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. അതും ശരിയാണ് അല്ലെ. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അതും ശരിയാണ്. നമുക്ക് 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2ഉം 3ഉം 4ഉം ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കയുടേതാണ് അല്ലെ, അമേരിക്ക. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. അത് ശരിയാണ് അല്ലെ. രണ്ടാമത്തെ പ്രസ്താവന, 3 മലയാളി വനിതകൾ പങ്കെടുത്തു. അതും ശരിയാണ്. ആരൊക്കെയാണ് 3 മലയാളി വനിതകൾ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി ബസന്റ് അല്ലെ. മൂന്നാമത്തെ ഓപ്ഷൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? BR അംബേദ്കർ ആയിരുന്നു എന്ന് പഠിച്ചു വെക്കുക. നാലാമത്തെ പ്രസ്താവന, KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി
1946 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു. അത് ശരിയാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ അഥവാ വൈസ് പ്രസിഡന്റ് ആണ് ആര്? HC മുഖർജി. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രസ്താവന തെറ്റാണ് അല്ലെ. ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 15 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ, ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു. അത് ശരിയാണ് അല്ലെ. നാലാമത്തെ പ്രസ്താവന ശരിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 4ഉം ശരിയാണ് എന്നതാണ്. എന്നാൽ PSCയുടെ ഓപ്ഷൻ നമുക്ക് 1ഉം 4ഉം ഇന്ന് കാണാൻ കഴിയില്ല അല്ലെ. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു എന്നതും ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു എന്നതുമാണ് ശരിയായ പ്രസ്താവന. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലെ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 26 അല്ലെ. നവംബർ 26. ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 എന്തുകൊണ്ടാണ് ഈ ദിവസം ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കപ്പെട്ടത് അല്ലെ, അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ആ ദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ഭരണഘടനാ ദിനമായി നവംബർ 26 ആഘോഷിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണെന്ന് ചോദിച്ചാൽ അതും 1949 നവംബർ 26 എന്ന തീയതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതെന്ന്, അതാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ. ഏതാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ഡേറ്റ് മാറിപ്പോവരുത്. ഭരണഘടന നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26. അപ്പോൾ ഈ രണ്ട് ഡേറ്റും തെറ്റാതെ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലെ. ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. എപ്പോഴായിരുന്നു ഡേറ്റ്? 1946 ഡിസംബർ 9 മനസ്സിലായോ? ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23 എന്നുകൂടി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ് അല്ലെ. ദാക്ഷായണി വേലായുധൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ അല്ലെ. 3 വനിതകളാണ് ഉണ്ടായിരുന്നത്, മലയാളി വനിതകൾ. അതിൽ ഈ ചോദ്യത്തിലെ ആൻസർ ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ തന്നെ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ തന്നെ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ എന്നുകൂടി പഠിച്ചു വെക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരുപാട് തവണ പറഞ്ഞു. PSC ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. അടുത്ത ചോദ്യം നോക്കാം. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്ത ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ നോക്കിയേ, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് ശരിയായ ജോഡിയാണ് അല്ലെ. രണ്ടാമത്തേത്, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. അത് തെറ്റായ പ്രസ്താവനയാണ്. താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അത് ശരിയാണോ? ശരിയാണ് അല്ലെ, മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അടുത്തത്, സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. അത് ശരിയല്ല അല്ലെ, അത് തെറ്റായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 2ഉം 4ഉം ശരിയല്ല അല്ലെ, 2ഉം 4ഉം ശരിയല്ല. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഞാൻ പറഞ്ഞു നേരത്തെ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഏതാണ്? 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? TT കൃഷ്ണമാചാരിയാണ് അല്ലെ. DP ഖെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്ന് ആരാണ് പകരം വന്നത്? TT കൃഷ്ണമാചാരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? അപ്പൊ ഭരണഘടന കടം കൊണ്ടവ എന്ന ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ശരിയായത് ഏതാണ്? പാർലമെന്ററി സമ്പ്രദായം എവിടെ നിന്നും കടം കൊണ്ടതാണ്? ബ്രിട്ടീഷിൽ നിന്ന് അല്ലെ, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. നിയമവാഴ്ച അതും ബ്രിട്ടനാണ്. മൗലിക അവകാശങ്ങൾ അത് ശരിയാണോ? അല്ല, മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക 1ഉം 2ഉമാണ് അല്ലെ. പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. നീതിന്യായ പുനഃപരിശോധന എന്താണത്? ജുഡീഷ്യറി സമ്പ്രദായം അല്ലെ. അത് ഏതിൽ നിന്ന് കടമെടുത്തതാണ്? അത് അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ്. നെക്സ്റ്റ്, അവശിഷ്ട അധികാരം. അവശിഷ്ട അധികാരം ബ്രിട്ടനിൽ നിന്നാണോ? അല്ല അല്ലെ, കാനഡയിൽ നിന്നും കടമെടുത്തതാണ് അവശിഷ്ട അധികാരം. മൂന്നാമത്തെ ഓപ്ഷൻ, നിയമവാഴ്ച എന്ന ആശയം. അത് ശരിയാണ് അല്ലെ. നിയമവാഴ്ച കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. അതുപോലെ പാർലമെന്ററി സമ്പ്രദായം, നാലാമത്തെ ഓപ്ഷൻ, പാർലമെന്ററി സമ്പ്രദായം കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് വരിക? 1ഉം 2ഉമാണ് എന്ന് പഠിച്ചു വെക്കുക. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എന്നുകൂടി ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ. ഇന്നത്തെ റഷ്യ USSRൽ നിന്നും കടം കൊണ്ടതാണ് മൗലിക കടമകൾ എന്ന് പഠിച്ചു വെക്കുക, മറക്കരുത്. എപ്പോഴും PSC ആവർത്തിക്കുന്ന ചോദ്യമാണ് ഈ കടം കൊണ്ടവ, അത് കൃത്യമായി പഠിച്ചു വെക്കണം. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A ആണ് അല്ലെ. 4A. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് അനുച്ഛേദം 51A ആണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഏതിൽ നിന്നും കടം കൊണ്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അയർലൻഡ് ആണ് അല്ലെ. അയർ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി.
നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ആണ്. അപ്പൊ നമുക്കിനി അയർലൻഡിൽ നിന്നും കടം കൊണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പൊ അതിലെല്ലാം നിർദ്ദേശം എന്ന് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടതാണ്? അടിയന്തരാവസ്ഥ ഏതാണ് ആൻസർ വരിക? ജർമ്മൻ ഭരണഘടനയാണ് അല്ലെ. ആൻസർ ജർമ്മൻ ഭരണഘടന എന്നതാണ്. PSC ഉത്തര സൂചിക പ്രകാരമാണ് ജർമ്മൻ ഭരണഘടന. ശരിക്കും അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ടതാണെന്ന് അറിയാമോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പൊ PSC ആൻസർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് കടം കൊണ്ടതാണ്. ഇവിടുന്ന് വെയ്മർ ഭരണഘടന അല്ലെങ്കിൽ ജർമ്മൻ ഭരണഘടനയിൽ നിന്ന്. അപ്പൊ PSCയുടെ ഉത്തരം ജർമ്മൻ ഭരണഘടനയാണ്. അടിയന്തരാവസ്ഥ എന്ന് പഠിച്ചു വെക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭരണഘടന ആശയങ്ങൾ കടം കൊണ്ട രാജ്യങ്ങൾ. ഏക പൗരത്വം ബ്രിട്ടൻ. ശരിയാണോ? ഏക പൗരത്വം ബ്രിട്ടൻ ആണ് അല്ലെ. അത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതി കാനഡ. അത് ശരിയാണോ? അല്ല അല്ലെ. നമ്മൾ പഠിച്ചു ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ ഓസ്ട്രേലിയ. അതും തെറ്റാണ് അല്ലെ. അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. നെക്സ്റ്റ്, മൗലിക കടമകൾ USSR. അത് ശരിയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? 1ഉം 4ഉമാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അത് ശരിയാണ് അല്ലെ. രണ്ടാമത്തേത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. അത് ശരിയാണോ? അല്ല. എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ കടമെടുത്തത്. അടുത്തത്, നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. അത് ശരിയാണ് അല്ലെ. നിയമവാഴ്ചയും ഏക പൗരത്വവും ഒക്കെ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ ഏതാണ് ശരിയായത്? ഓൺലി 1 and 3 ആണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തിൽ നിന്നാണ്? അല്ലെങ്കിൽ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? റിപ്പബ്ലിക് എന്ന ആശയം എവിടെയാണ്? ഫ്രഞ്ച് ആണ് അല്ലെ. ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കൂടെ എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയവും ഫ്രാൻസിൽ നിന്നാണെന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്. അത് ശരിയാണോ? അല്ല അല്ലെ. ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. അതും ശരിയല്ല. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ആ പ്രസ്താവന ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ആ പ്രസ്താവന തെറ്റാണ് അല്ലെ. ഭരണഘടനാ ഭേദഗതി ബിൽ എവിടെയാണ്? ലോകസഭയിലല്ല, രാജ്യസഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പോ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? ആമുഖം എന്ന ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ കടന്നു പോകുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ആമുഖത്തിൽ പരാമർശിക്കാത്തത്? വോട്ടവകാശമാണ് അല്ലെ. വോട്ടവകാശം ഒരു നിയമാവകാശമാണ്. നമ്മുടെ ആമുഖത്തിലൊന്നും വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. സമത്വം, സാഹോദര്യം, ജനാധിപത്യം ഇതെല്ലാം ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒറ്റ തവണ അല്ലെ. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ഏതാണ് ആ ഭേദഗതി? 42ാമത്തെ ഭേദഗതിയാണ് അല്ലെ. 1974 42ാം ഭേദഗതിയാണ്. ഈ ഭേദഗതി അറിയപ്പെടുന്നത് ചെറു ഭരണഘടന എന്നാണ്. അതോടെ ഓർമ്മിച്ചു വെക്കുക.
ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, ബേറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ബേറുബാരി കേസിലൂടെയാണ് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല ആമുഖം എന്ന് പ്രസ്താവിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. അത് തെറ്റാണ് അല്ലെ, അങ്ങനെയൊന്നുമില്ല. നാലാമത്, ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അപ്പോ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് 1973. അതിനുശേഷം വീണ്ടും അതേ കാര്യം തന്നെ പ്രസ്താവിച്ചത് സുപ്രീം കോടതി വീണ്ടും ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ് കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്നുകൂടി ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഞാനിപ്പോ പറഞ്ഞു അല്ലെ, ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായി മാറിയത്. അടുത്ത ചോദ്യം നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വന്ന പ്രധാന മാറ്റങ്ങൾ എന്താണെന്നറിയാമോ? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതായത് സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. മനസ്സിലായല്ലോ. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ് അല്ലെ. ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെയാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. അപ്പോ ഭരണഘടനയുടെ ആമുഖത്തെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അല്ലെ. ഒരുപാട് ആൾക്കാർ ഒരുപാട് തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഏതൊക്കെയാണ് നോക്കിയാലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ് അല്ലെ. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. നമുക്കിതെങ്ങനെ ഓർത്തു വെക്കാം? നമ്മൾ ജാതകമൊക്കെ നോക്കുന്നത് എപ്പോഴാണ്? വിവാഹത്തിന് മുൻപേ ആണ് അല്ലെ. അപ്പൊ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് മുൻപേ എന്നുള്ളതിൽ നിന്ന് മുൻഷി എന്ന് ഓർത്തു വെക്കാലോ. അടുത്തത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെ. കാർഡ് എന്ന് വിശേഷിപ്പിച്ച ആരാണ്? എന്നെ പൽക്കിവാലയാണ്. അപ്പോ കാർഡ് വാല എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താ പഠിക്കുക? കാർഡ് വാല. അതിൽ നിന്ന് ഓർത്തെടുക്കാലോ. നെക്സ്റ്റ്, ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് അല്ലെ. അപ്പോ നമ്മൾ എങ്ങനെ ഓർമ്മിക്കും? ബാറിന്റെ കീ എന്ന് കണക്ട് ചെയ്യാലോ. ബാറിന്റെ കീ എന്ന് കണക്ട് ചെയ്താൽ മതി. ഭരണഘടനയുടെ കീനോട്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ താക്കോൽ എന്ന് വരാറുണ്ട്. അപ്പം ബാറിന്റെ താക്കോൽ എന്നോ അല്ലെങ്കിൽ ബാറിന്റെ കീ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. അടുത്തത്, ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. അപ്പൊ ഹിദ എന്നുള്ളത് നമുക്ക് ഹൃദയം എന്ന് ഓർമ്മിക്കാം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ആത്മാവ് എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിലാണെന്ന് ഓർമ്മിക്കാം അല്ലെ. ഹൃദയത്തിലാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കണക്ട് ചെയ്യാം? ഭരണഘടനയുടെ ആത്മാവ് M ഹിദായത്തുള്ള എന്ന് ഓർമ്മിച്ചു വെക്കാം. അതുപോലെ തന്നെ മാറിപ്പോവാതെ പഠിക്കാം. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത്
ജവഹർലാൽ നെഹ്റു ആണ്. ആത്മാവ്, താക്കോൽ എന്ന് രണ്ട് വിശേഷണം കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് അല്ലെ. 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ അതിലാണ് പറഞ്ഞത് എന്ത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന്. ഓർത്തു വെക്കുമല്ലോ. അടുത്ത ചോദ്യം, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഓപ്ഷൻസ് നോക്കാം. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. അപ്പൊ ഏതാണ്? ഇതെല്ലാം വരും അല്ലെ, ഇതെല്ലാം വരും. അപ്പൊ മേൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ആൻസർ വരിക. അതൊന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക. 1973 കേശവാനന്ദ ഭാരതി കേസ്. അതുപോലെ തന്നെ ബേറുബാരി കേസ് 1960 ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞതാരാണ്? ബേറുബാരി കേസിലൂടെയാണ് പ്രസ്താവിച്ചത്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല, വേറെ വേറെയാണ്. ആമുഖവും ഭരണഘടനയും വേറെ വേറെയാണ് എന്ന് പഠിച്ചാൽ നമുക്ക് ബേറുബാരി കേസ് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ, ആമുഖം എന്നീ ഭാഗങ്ങളിൽ നിന്നും PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടോപ്പിക് വൈസ് പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ ഭരണഘടനയിലെ ഒരുപാട് ടോപ്പിക്കുകളിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയ കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാസ്സിന്റെ പാർട്ട് 2മായി ഞാൻ വരുന്നതാണ്. ഒരു 3 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ഭരണഘടന മുഴുവനായും റിവിഷൻ ചെയ്യാം. എല്ലാം ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എക്സാമിന് പോവുകയുള്ളൂ. വളരെ ആത്മവിശ്വാസത്തോടെ വേണം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ PSC പള്ളിക്കൂടം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.